നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ച 2 പ്രതികൾ പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞു. ഏഴാറ്റുമുഖം ഗണപതി എന്ന ഒറ്റയാനയെ നാട് കടത്തണമെന്ന് ചാലക്കുടി DFOയോട് ആവശ്യപ്പെട്ടു. മുരിങ്ങൂർ മുതൽ പൊങ്ങം വരെയുള്ള ദേശീയപാതയുടെ ഇരുവശങ്ങളും മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാരനായ സുഹൃത്തിന് വീൽചെയർ നൽകി മാതൃകയായി. തവളക്കുഴിപ്പാറ മലയൻ നിയുക്തി അങ്കണവാടിയിൽ സോളാർ പവർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. നന്ദിക്കര സൗഹൃദ റോഡിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. MA കാർത്തികേയന്റെ 15ാമത് ചരമവാർഷിക അനുസ്മരണ സമ്മേളനം മണ്ണമ്പേട്ടയിൽ നടത്തി. ഗാർഹിക ബയോമെഡിക്കൽ മാലിന്യങ്ങൾ വീടുകളിലെത്തി ശേഖരിക്കുമെന്ന് ചാലക്കുടി നഗരസഭാ യോഗത്തിൽ തീരുമാനം. വിശദമായ വാർത്തയിലേക്ക്. വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ച 2 പ്രതികൾ പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞു. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം തിരികെ പോലീസ് വാഹനത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ഇവർ ഓടി രക്ഷപ്പെട്ടത്. പ്രതികൾ ഓടി രക്ഷപ്പെട്ട ഉടൻ തന്നെ പോലീസ് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടാതെ പ്രതികളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളുടെയും വീടുകളിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഉടൻ തന്നെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു. ഏഴാറ്റുമുഖം ഗണപതി എന്ന ഒറ്റയാനയെ നാട് കടത്തണമെന്ന് ചാലക്കുടി DFOയോട് ആവശ്യപ്പെട്ടു. ചാലക്കുടി കോടശ്ശേരി അതിരപ്പിള്ളി പഞ്ചായത്തിൽ ഉൾപ്പെട്ട വെട്ടിക്കുഴി, ചൂളക്കടവ്, വീരൻചിറ, രണ്ടുകൈ, പണ്ടാരൻപാറ, കോട്ടാമല, പച്ചക്കാട്, വെറ്റിലപ്പാറ ഭാഗങ്ങളിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും നിരന്തരം ഭീഷണിയായി തീർന്നിരിക്കുന്ന ഏഴാറ്റുമുഖം ഗണപതി എന്ന ആനയെ നാട് കടത്തണമെന്ന് പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MT ഡേവിസ്, ജനറൽ സെക്രട്ടറി KM ജോസ് എന്നിവർ ചാലക്കുടി DFOയോട് ആവശ്യപ്പെട്ടു. ഏറെക്കാലമായി മലയോര മേഖലയിൽ രാത്രിയിലും പകലും ശല്യക്കാരനായ ആന സ്വൈര്യജീവിതം നഷ്ടപ്പെടുത്തുന്നു. പകൽ സമയത്തും ആന റോഡിലൂടെ സഞ്ചരിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. സ്കൂൾ കുട്ടികളും അമ്മമാരും വലിയ ഭീതിയിലാണ് കഴിഞ്ഞുകൂടുന്നത്. ഈ ആന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ശല്യക്കാരനായ ആനയെ പിടികൂടി നാട് കടത്തി കർഷകരെ സഹായിക്കണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. മുരിങ്ങൂർ മുതൽ പൊങ്ങം വരെയുള്ള ദേശീയപാതയുടെ ഇരുവശങ്ങളും മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. കൊരട്ടി പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത്. ജനപ്രതിനിധികൾ, വ്യാപാരികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ അണിനിരന്ന മെഗാ ശുചീകരണ യജ്ഞം കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു ഉദ്ഘാടനം ചെയ്തു. കൊരട്ടി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ PG സത്യപാലൻ, ലിജോ ജോസ്, PS സുമേഷ്, വ്യാപാരി വ്യവസായി കൊരട്ടി യൂണിറ്റ് പ്രസിഡന്റ് ബെന്നി പാഴായി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി MJ ഫ്രാൻസിസ്, MR രമ്യ, സ്മിത രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. നാഷണൽ ഹൈവേയിലെ മെഗാ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി 25 ചാക്ക് പ്ലാസ്റ്റിക് ചില്ല് കുപ്പികളാണ് ശേഖരിച്ചത്. മാലിന്യമുക്ത കൊരട്ടിയുടെ ഭാഗമായി ഹരിത കവലകൾ, ഹരിത അയൽക്കൂട്ടം, ഹരിത ഗ്രന്ഥാലയ പ്രഖ്യാപനം, ഹരിത ആരാമം തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാരനായ സുഹൃത്തിന് വീൽചെയർ നൽകി മാതൃകയായി. രാജു ആലൂക്ക, റിജോയ് ആന്റണി, വിൽസൺ ആലൂക്ക എന്നിവരാണ് ഉറ്റ സുഹൃത്തും ഭിന്നശേഷിക്കാരനുമായ ബിജു പോളിന് വീൽചെയർ നൽകിയത്. ഹൗസിംഗ് ബോർഡ് കോളനിയിൽ നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി വീൽചെയർ കൈമാറി. നിധിൻ പുല്ലൻ, MD ഷിജു, ജിൻസൺ എന്നിവർ സംസാരിച്ചു.
തവളക്കുഴിപ്പാറ മലയൻ നിയുക്തി അങ്കണവാടിയിൽ സോളാർ പവർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ തവളക്കുഴി മലയൻ നിയുക്തി അങ്കണവാടിയിൽ 1000 വാട്ട്സ് ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് വാഴച്ചാൽ കാടാർ നിയുക്തി മൂപ്പത്തി ഗീത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കൊടകര സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ സാമൂഹിക പ്രതിബദ്ധത പ്രൊജക്ട് എന്ന നിലയിൽ വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിന്റെ അനുവാദത്തോടെ ട്രിച്ചൂർ സെൻട്രൽ റോട്ടറി ക്ലബിന്റെ സാമ്പത്തിക സഹകരണത്തോടെയാണ് സോളാർ പദ്ധതി പൂർത്തീകരിച്ചത്. അംഗൻവാടി ടീച്ചർ ഷീബ, വിദ്യാർത്ഥികൾ, റോട്ടറി ക്ലബ് സെക്രട്ടറി ജാക്സൺ ഡേവിഡ്, ട്രഷറർ ദിനേശ് കുമാർ, സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജിനോ ജോണി മാളക്കാരൻ, ഡയറക്ടർ ഡോക്ടർ ധന്യ അലക്സ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റിൻസ് ജോർജ് എന്നിവർ സന്നിഹിതരായിരുന്നു. അംഗനവാടിയിലെ കുട്ടികൾക്ക് ആവശ്യമായ ബൾബുകൾ, ഫാൻ, മറ്റ് വാർത്താ മാധ്യമ ഉപകരണങ്ങൾ എന്നിവ പ്രവർത്തിപ്പിക്കുവാൻ പര്യാപ്തമായ ഈ സോളാർ പ്ലാന്റ് 25 വർഷം വാറണ്ടിയുള്ള സോളാർ പാനലും 5 വർഷം വാറണ്ടിയുള്ള UPS-ഉം ചേർന്നതാണ്. നന്ദിക്കര സൗഹൃദ റോഡിന്റെ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പരപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് 12,14,789 രൂപയും ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. മുഖ്യാതിഥിയായി ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ പങ്കെടുത്തു. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ്, CU സന്തോഷ്, CD ജൂനീഷ് എന്നിവർ സംസാരിച്ചു. MA കാർത്തികേയന്റെ 15ാമത് ചരമവാർഷിക അനുസ്മരണ സമ്മേളനം മണ്ണമ്പേട്ടയിൽ നടത്തി. ദീർഘകാലം CPIM കൊടകര ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, CITU തൃശൂർ ജില്ലാ സെക്രട്ടറിയും ആദ്യത്തെ തൃശൂർ ജില്ലാ കൗൺസിൽ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച MA കാർത്തികേയന്റെ 15ാമത് ചരമവാർഷിക അനുസ്മരണ സമ്മേളനം മണ്ണമ്പേട്ടയിൽ CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. സോജൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, കാർത്തികേയന്റെ സഹധർമ്മിണി ശാന്ത KJ, ഡിക്സൺ, PR പ്രസാദൻ, MR രഞ്ജിത്ത്, PK വിനോദ്, ജോഷി മഞ്ഞളി എന്നിവർ സംസാരിച്ചു. പൊതുസമ്മേളനത്തിന് മുൻപായി ചുങ്കത്ത് നിന്നും ആരംഭിച്ച പ്രകടനം മണ്ണമ്പേട്ടയിൽ അവസാനിച്ചു. ഗാർഹിക ബയോമെഡിക്കൽ മാലിന്യങ്ങൾ വീടുകളിലെത്തി ശേഖരിക്കുമെന്ന് ചാലക്കുടി നഗരസഭാ യോഗത്തിൽ തീരുമാനം. സംസ്കരിക്കാനും നിർമ്മാർജ്ജനം ചെയ്യാനും ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന വീടുകളിലെ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ വീടുകളിൽ നേരിട്ടെത്തി ശേഖരിക്കുന്നതിന് നഗരസഭാ കൗൺസിൽ അംഗീകാരം നൽകി. സർക്കാരിന്റെ ISO സർട്ടിഫിക്കേഷനും ക്ലീൻ കേരള കമ്പനിയുടെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും അംഗീകാരമുള്ള ആക്രി ഇംപാക്ട് എന്ന സ്ഥാപനത്തിനാണ് വീടുകളിൽ നിന്നും ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ശേഖരിക്കാൻ കൗൺസിൽ അംഗീകാരം നൽകിയത്. ഡയപ്പറുകൾ, സാനിറ്ററി നാപ്കിനുകൾ, മെഡിസിൻ സ്ട്രിപ്പുകൾ, ഡ്രസ്സിംഗ് കോട്ടൺസ്, സിറിഞ്ച്, സൂചികൾ, മരുന്നുകുപ്പികൾ, കാലഹരണപ്പെട്ട മരുന്നുകൾ എന്നിവയാണ് ഇവർ ശേഖരിച്ച് കൊണ്ടുപോവുക. കിടപ്പ് രോഗികളും പ്രായാധിക്യം, കൂടുതൽ അവശത അനുഭവിക്കുന്നവരുമായ ആളുകളുള്ള വീടുകളിൽ ഇത്തരം മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് ഏറെ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു പദ്ധതിക്ക് നഗരസഭ അംഗീകാരം നൽകിയത്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവില 30 രൂപ കുറഞ്ഞു. ഗ്രാമിന് 8,185 രൂപ, പവന് 65,480 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ച 2 പ്രതികൾ പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞു. ഏഴാറ്റുമുഖം ഗണപതി എന്ന ഒറ്റയാനയെ നാട് കടത്തണമെന്ന് ചാലക്കുടി DFOയോട് ആവശ്യപ്പെട്ടു. മുരിങ്ങൂർ മുതൽ പൊങ്ങം വരെയുള്ള ദേശീയപാതയുടെ ഇരുവശങ്ങളും മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു.
ഭിന്നശേഷിക്കാരനായ സുഹൃത്തിന് വീൽചെയർ നൽകി മാതൃകയായി. തവളക്കുഴിപ്പാറ മലയൻ നിയുക്തി അങ്കണവാടിയിൽ സോളാർ പവർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. നന്ദിക്കര സൗഹൃദ റോഡിന്റെ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. MA കാർത്തികേയന്റെ 15ാമത് ചരമവാർഷിക അനുസ്മരണ സമ്മേളനം മണ്ണമ്പേട്ടയിൽ നടത്തി. ഗാർഹിക ബയോമെഡിക്കൽ മാലിന്യങ്ങൾ വീടുകളിലെത്തി ശേഖരിക്കുമെന്ന് ചാലക്കുടി നഗരസഭാ യോഗത്തിൽ തീരുമാനം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.